നമ്മൾ പഠിക്കാൻ പോകുന്നത് തുല്യ ത്രികോണങ്ങൾ എന്ന പാഠഭാഗത്തെ വശങ്ങളും കോണുകളും എന്ന ആശയത്തെ പറ്റിയാണ്. അപ്പോൾ ത്രികോണങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ത്രികോണം എന്നാൽ എന്താണ്? മൂന്ന് വശങ്ങളും മൂന്ന് കോണുകളുമുള്ള ഏറ്റവും ചെറിയ ബഹുഭുജമാണ് ത്രികോണം എന്ന് പറയുന്നത്. ത്രികോണത്തിന് മൂന്ന് കോണുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൂന്ന് കോണുകളുടെയും തുക എത്ര ഡിഗ്രി ആയിരിക്കും? ത്രികോണത്തിന്റെ മൂന്ന് കോണുകളുടെയും തുക 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ത്രികോണം വശങ്ങൾ തന്നാലൊക്കെ എങ്ങനെ വരയ്ക്കാമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വശങ്ങളുടെ നീളങ്ങൾ തന്നാൽ നമുക്ക് ത്രികോണം വരയ്ക്കാൻ അറിയാം. അങ്ങനെയാണെങ്കിൽ ഉദാഹരണത്തിന് വശങ്ങളുടെ നീളം 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ആയ ത്രികോണം എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. നോക്കി, ഇതുപോലെ വശങ്ങളുടെ നീളം 3 സെന്റിമീറ്ററും 4 സെന്റിമീറ്ററും 6 സെന്റിമീറ്റർ ആയ ത്രികോണം ആറ് വ്യത്യസ്ത രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ ത്രികോണങ്ങൾ നോക്കിയേ, ഈ ത്രികോണത്തിന്റെയൊക്കെ പ്രത്യേകത എന്താ? ത്രികോണത്തിന്റെ വശങ്ങളെല്ലാം ഒരേപോലെയാണ്. പിന്നെന്താ, അവയുടെ വശങ്ങൾ ഒരേപോലെ ആയിട്ട് എന്തും ഒരേപോലെ ആയിരിക്കും, കോണുകളും ഒരേപോലെ ആയിരിക്കത്തില്ലേ? ഈ ത്രികോണങ്ങൾ തിരിച്ചും മറിച്ചും വരച്ചു എന്നല്ലാതെ ഈ ത്രികോണങ്ങൾക്ക് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് പൊതുവായിട്ട് നമുക്ക് എന്ത് കാര്യം പറയാൻ പറ്റും? ഓക്കെ, ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും തുല്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് പൊതുവായിട്ട് എന്ത് പറയാം? ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകൾ തുല്യമാണ്. ഇനി ഈ രണ്ട് തുല്യ ത്രികോണങ്ങളിലും ഏതൊക്കെ കോണുകളാണ് തുല്യമെന്ന് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കാം? നമുക്ക് നോക്കിയാലോ. ഇവിടെ രണ്ട് ത്രികോണം തന്നിട്ടുണ്ട്. ത്രികോണം എ ബി സിയും ത്രികോണം പി ക്യു ആർ. നോക്കി, ത്രികോണം എ ബി സിയിലെയും പി ക്യു ആറിലെയും വശങ്ങൾ നോക്കി, 3 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും അല്ലേ? ഈ രണ്ട് ത്രികോണത്തിലെയും വശങ്ങൾ തുല്യമാണ്. അപ്പോൾ ഈ രണ്ട് ത്രികോണത്തിലെയും വശങ്ങൾ തുല്യമായിട്ട് നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചത് എന്താണ്? ത്രികോണത്തിന്റെ വശങ്ങൾ തുല്യമായതിനാൽ അവയുടെ കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കുന്നത്. നമ്മൾക്ക് കണ്ടെത്തേണ്ട എന്താണ്? ഏതൊക്കെ കോണുകളാണ് ഈ രണ്ട് ത്രികോണത്തിലും തുല്യമെന്നാണ് കണ്ടെത്തേണ്ടത്. ഇനി ഏതേത് കോണുകളാണ് തുല്യമെന്ന് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? നമുക്ക് നോക്കിയാലോ. ഈ രണ്ട് ത്രികോണങ്ങളിലും ഏറ്റവും വലിയ വശങ്ങളും ഇടത്തരം വശവും ചെറിയ വശവും ഏതാണെന്ന് ആദ്യം നമുക്ക് കണ്ടെത്തണം. ഇവിടെ നോക്കിക്കേ, ത്രികോണം എ ബി സിയിലും ത്രികോണം പി ക്യു ആറിലും ഏറ്റവും വലിയ വശം ഏതാ? ഏറ്റവും വലിയ വശം 6 സെന്റിമീറ്റർ നീളമുള്ള വശം. ഇനി ഇടത്തരം എന്ന് പറയാവുന്നതോ? നോക്കിക്കേ, രണ്ടിലും എ സിയും ക്യു ആറും 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഇടത്തരം വശം ഏതായിരിക്കും? എ സിയും ക്യു ആറും 5 സെന്റിമീറ്റർ വശമുള്ളതായിരിക്കും ഇടത്തരം വശം. ഈ ചെറിയ വശവും 3 സെന്റിമീറ്റർ ഉള്ള എ ബിയും പി ആറും ആയിരിക്കും. അപ്പോൾ 3 സെന്റിമീറ്റർ നീളമുള്ള വശമായിരിക്കും ഏറ്റവും ചെറുത്. അപ്പോൾ നോക്കി, രണ്ട് ത്രികോണങ്ങളിലും 6 സെന്റിമീറ്റർ വശം ഏറ്റവും വലുതും 5 സെന്റിമീറ്റർ നീളമുള്ള വശം ഇടത്തരവും 3 സെന്റിമീറ്റർ നീളമുള്ള വശം ഏറ്റവും ചെറുതുമായിരിക്കും. അപ്പോൾ എന്താ, നമുക്ക് രണ്ട് ത്രികോണങ്ങളിലും എന്ത് പറയാൻ പറ്റും? ഏറ്റവും വലിയ കോൺ എവിടെ ആയിരിക്കും? 6 സെന്റിമീറ്റർ വശത്തിനെതിരായിരിക്കും. ഇടത്തരം കോണോ? 5 സെന്റിമീറ്റർ വശത്തിനെതിരായിരിക്കും. ഇനി ഏറ്റവും ചെറിയ കോണോ? അത് 3 സെന്റിമീറ്റർ വശത്തിനെതിരായിരിക്കും. ഇനി ത്രികോണം എ ബി സിയിലെ ഏതൊക്കെ കോണുകളാണ് ത്രികോണം പി ക്യു ആറിലെ ഏതൊക്കെ കോണുകളാണ് തുല്യമെന്ന് പറയാനുള്ളത് നമുക്ക്. ഇപ്പൊ നോക്കിയേ, രണ്ട് ത്രികോണങ്ങളിലും 6 സെന്റിമീറ്റർ ആണ് വലുതെന്ന് കണ്ടു. അപ്പോൾ 6 സെന്റിമീറ്റർ വശത്തിനെതിരായ കോണുകളായ ആംഗിൾ എയും ആംഗിൾ ആറും ആയിരിക്കും തുല്യം. അപ്പോൾ ഏറ്റവും വലിയ കോണുകൾ ഏതായിരിക്കും? ആംഗിൾ എ സമം ആംഗിൾ ആറായിരിക്കും. ഈ രണ്ട് ത്രികോണങ്ങളിലും 5 സെന്റിമീറ്റർ ആണ് ഇടത്തരം വശമെന്ന് കണ്ടു. അപ്പോൾ 5 സെന്റിമീറ്റർ വശത്തിനെതിരായ കോണുകളായ ആംഗിൾ ബിയും ആംഗിൾ പിയും ആയിരിക്കും ഇടത്തരം കോണുകൾ. ഇനി ഏറ്റവും ചെറിയ കോണുകളോ? ഏറ്റവും ചെറിയ വശം എന്താ? രണ്ട് ത്രികോണങ്ങളിലും ഏറ്റവും ചെറിയ വശം 3 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 3 സെന്റിമീറ്റർ വശത്തിനെതിരായ കോണുകളായ ആംഗിൾ സിയും ആംഗിൾ ക്യൂവും ആയിരിക്കും ഏറ്റവും ചെറിയ കോണുകൾ. അപ്പോൾ ഇതിൽ നിന്ന് പൊതുവായിട്ട് നമുക്കൊരു കാര്യം പറയാൻ പറ്റും. ഇതിൽ നിന്ന് നമുക്ക് ചുരുക്കി പറയുമ്പോൾ, ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചത് എന്താണ്? ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ഈ ത്രികോണങ്ങളിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, താങ്ക് യു.